നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ള ആളാണോ? നിങ്ങൾ ഷെയർ ട്രേഡിംഗ് നടത്താറുണ്ടോ? ഷെയർ ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് അവയിൽ ഏതിലെങ്കിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമസ്കാരം. 2024-25 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. എല്ലാവരും ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാന ഘട്ടത്തിൽ ടാക്സ് പ്ലാനിങ്ങുമായിട്ട് വ്യാപൃതരായിരിക്കും. ഈ ഫിനാൻഷ്യൽ ഇയർ 2024-25 ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച്, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റുകൾ എന്നിവയിലൊക്കെ നിങ്ങൾക്ക് വല്ല ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ, ഷെയർ ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങളുടെ നികുതി ബാധ്യത എങ്ങനെ കുറയ്ക്കാം, നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എങ്ങനെ കുറയ്ക്കാം, ഇതാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൂലധന ലാഭം കൊയ്തെടുക്കുക, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ നിക്ഷേപങ്ങൾ തന്ത്രപരമായി വിറ്റ് ഒഴിവാക്കുക, അതുപോലെ തന്നെ കുറവുള്ള നികുതി നിരക്കുകൾ പ്രയോജനപ്പെടുത്തുക. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതികത, ഒരു തന്ത്രം, അത് തന്നെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്താണോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ നികുതി ബാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ തന്ത്രം എങ്ങനെ നടപ്പാക്കാം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് ഏതൊക്കെ രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകളാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. കുറഞ്ഞ കാലയളവിൽ കൈവശം വെച്ച അസറ്റ്സ് അല്ലെങ്കിൽ ആസ്തികളിൽ നിന്നുള്ള ലാഭം. ഈ അസറ്റ്സ് തരം അനുസരിച്ച് അവരുടെ ടാക്സ് റേറ്റിലെ ഡിഫറൻസ് ഉണ്ട്. ഓഹരികളിൽ 15% ടാക്സ് ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ചുമത്തപ്പെടുന്നത്. ഓഹരികൾ ഒരു വർഷം കൈവശം വെക്കുക, അതായത് വാങ്ങിയ ഓഹരികൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിറ്റൊഴിയുക, അങ്ങനെ വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഒരു കാര്യം. ഇനി ദീർഘകാല മൂലധന ലാഭം, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അത് ദീർഘകാലയളവിൽ നമ്മളുടെ കയ്യിൽ വെച്ചിട്ടുള്ള ആസ്തികൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഷെയറുകളിൽ 1 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല, അതിനുശേഷമുള്ളതിന് 10% ടാക്സ് റേറ്റ് ആണ് നിലവിലുള്ളത്. മാത്രമല്ല, ഈ ക്യാപിറ്റൽ ഗെയിനിലൂടെ കിട്ടുന്ന ലാഭത്തിന്മേലുള്ള ടാക്സ്, ആ ടാക്സ് മറ്റ് ഡിഡക്ഷൻസുമായി തട്ടിക്കിഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, നികുതി രഹിത പരിധിയിലോ കുറഞ്ഞ നികുതി നിരക്കിലോ ഉള്ള ലാഭത്തോടെ നിക്ഷേപങ്ങൾ വിറ്റ് തീർക്കുക. രണ്ടാമത്, നിക്ഷേപ പോർട്ട്ഫോളിയോ തകർക്കാതെ സമാനമായോ അതേ നിക്ഷേപങ്ങളിലോ വീണ്ടും നിക്ഷേപിക്കുക. മൂന്നാമത്, ഓഹരി നിക്ഷേപങ്ങളിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലെ 1 ലക്ഷം രൂപ വരെയുള്ള നികുതി രഹിത പരിധി മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുള്ള ദീർഘകാല ലാഭമുള്ള ഓഹരികൾ കൈവശമുണ്ട് എന്ന് കരുതുക. അതിൽ 1 ലക്ഷം രൂപ വരെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇല്ല. ശേഷിച്ച 50,000 രൂപയിൽ 10% നിരക്കിൽ 5,000 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. അവിടെ ഓഹരികൾ തന്ത്രപരമായി വിറ്റ് വീണ്ടും നിക്ഷേപിച്ച് ഭാവിയിലുള്ള നികുതി ബാധ്യതകൾ കൂടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൽ ചില പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളും ഉണ്ട്. ആദ്യമായി, നിക്ഷേപങ്ങൾ വിൽക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കുള്ള ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാൻ, അത് നിലനിർത്താൻ വേണ്ടി വീണ്ടും നിക്ഷേപം നടത്തുക തന്നെ വേണം. ലാഭം ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് വിറ്റ് ഒഴിവാകരുത്, അല്ലെങ്കിൽ ആസ്തികൾ വിറ്റ് അവസാനിപ്പിക്കരുത്. ബ്രോക്കറേജ്, ട്രാൻസാക്ഷൻ ടാക്സുകൾ, ഇതിനെയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. 2024-25 സാമ്പത്തിക വർഷത്തിനുള്ള മികച്ച ചില പ്രായോഗിക മാർഗങ്ങൾ നമുക്ക് നോക്കാം. ടാക്സ് ഗെയിൻ ഹാർവെസ്റ്റിങ്ങിന്റെ പോലെ തന്നെ ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങും കൂടെ നമ്മൾ നടപ്പാക്കണം. അതായത് ഏതെങ്കിലും ഓഹരി ലോസിൽ ഉണ്ടെങ്കിൽ ആ ലോസിൽ തന്നെ അത് വിറ്റൊഴിഞ്ഞ് വീണ്ടും അതേ സംഭവം അടുത്ത ദിവസങ്ങളിൽ വാങ്ങി ഈ ലോസ് ക്ലെയിം ചെയ്യുക. ലോസ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ നിന്നും ലോസ് തട്ടിക്കിഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ലാഭവും നഷ്ടവും തട്ടിക്കിഴിക്കുമ്പോൾ നമ്മുടെ ലാഭത്തിന്റെ അളവ് കുറയും എന്നർത്ഥം. ഇതും ഒരു ടാക്സ് ഹാർവെസ്റ്റിംഗ് തന്നെയാണ്. ഇത് ലോസ് ആണ് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോസിലാണെന്ന് കരുതി വിൽക്കാതിരിക്കുകയല്ല വേണ്ടത്. ലോസ് മാക്സിമം നമുക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നടപ്പാക്കേണ്ട പ്രായോഗികമായ കാര്യം. പിന്നെ ചെറിയ നികുതി ബാധ്യത വരുന്ന ഫാമിലിയിൽ തന്നെയുള്ള മറ്റുള്ള ആളുകൾക്ക് നമ്മളുടെ ഓഹരികൾ സമ്മാനമായി കൊടുക്കുക. മൂന്നാമതായി, ലാഭം കൃത്യമായി കണക്കാക്കി വേണ്ട വിധത്തിലുള്ള നമ്മളുടെ നിക്ഷേപങ്ങൾ ക്രമീകരിക്കുക. എന്ത് തന്നെയാണെങ്കിലും
ഈ ക്യാപിറ്റൽ ഗെയിൻ ഹാർവെസ്റ്റിംഗ് ഒരു തന്ത്രപരമായ ഒരു കാര്യമാണ് എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യത അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ, ഹോംവർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2024-25 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണക്കുകൂട്ടുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും സെപ്പറേറ്റ് കണക്കുകൂട്ടുക. എന്നിട്ട് അവയെ തന്ത്രപരമായ രീതിയിൽ വിനിയോഗിക്കുക. ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അതിനെ ലോസിൽ വിറ്റൊഴിഞ്ഞ് വീണ്ടും നിക്ഷേപം നടത്തി ആ ലോസിനെ ക്യാപിറ്റൽ ഗെയിനുമായി തട്ടിക്കിഴിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഗെയിൻ ടാക്സ് രഹിത ലെവലിലെ, നികുതി രഹിത ലെവലിലേക്ക് എത്തിച്ച് ലാഭം ടാക്സിന്റെ പരിധിയേക്കാൾ മുകളിലേക്ക് പോകാത്ത രീതിയിൽ വാങ്ങിയോ വിറ്റോ നമ്മുടെ ഷെയറുകളെ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നല്ല ഒരു ടാക്സ് പ്ലാനിങ്, നല്ല ഒരു സാമ്പത്തിക വർഷ അവസാനം ആശംസിക്കുന്നു. ബൈ.